ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദ ഇന്ത്യവരത്തിലേക്ക് കയറിക്കൂടാൻ നോക്കുകയാണെന്നുള്ള രീതിയിൽ മോഹിനി അവിടെ നിന്ന് പറയുക, വലിയ ആൾ കളിച്ചപ്പോൾ നിങ്ങളുടെ കൊട്ടാരമൊന്നും എനിക്ക് വേണ്ട എന്ന് നന്ദ അവളുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു കേട്ടോ. എല്ലാവരും ഇങ്ങനെ നന്ദയെ നോക്കി നിൽക്കുക. ഈ ജന്മം അവിടേക്കില്ല എന്ന് ശപഥം എടുത്തവളാണ് ഞാൻ. എനിക്ക് താമസിക്കാനുള്ള ഇടം എന്നെയും എൻ്റെ മകളെയും സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്തി തന്നോളും. ആരും അതോർത്തൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്ന് നന്ദ അന്നേരം മോഹിനിയോട് നല്ല മറുപടിയും കൊടുത്തു. അങ്ങനെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എല്ലാവരുടെയും വായ അടപ്പിച്ചുകൊണ്ട് ഒരു ഒറ്റ മറുപടിയെ നമ്മുടെ നന്ദ കൊടുത്തുള്ളൂ. പിന്നെ കാണിക്കുന്നത് നന്ദൂട്ടിനിങ്ങനെ കിടക്കുമ്പോൾ തൊട്ടരികിൽ ചെന്ന് പിങ്കി ഇരുന്ന് കൊച്ചിനോട് സംസാരിക്കാം. അമ്മേ, എനിക്ക് തോന്നുന്നു ഗൗരി വന്നിട്ടുണ്ടോ അമ്മേ? എൻ്റെ അടുത്ത് വന്ന് നന്ദുവെന്ന് വിളിച്ചു അമ്മേ എന്നൊക്കെ എനിക്ക് തോന്നിയെന്നൊക്കെ പറയാം. അതോ ഞാൻ സ്വപ്നം കണ്ടതാണോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ, അല്ലാട്ടോ ഗൗരിക്കുട്ടി നന്ദൂട്ടനെ കാണാനായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം. സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ആ സത്യം, മോൻ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. അങ്ങനെ നന്ദുവിനെ പതുക്കെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ആ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അത് ഗൗരിയെ. അമ്മ സത്യമാണോ ഇത്? ഗൗരിയാണോ അമ്മ ഇത്? അപ്പം അതേ നന്ദു, ഞാൻ ഗൗരിയാ എന്ന നന്ദു. അപ്പം ഈ ചെക്കനിത് എന്താ? ഗൗരിക്കുട്ടി മാത്രമല്ല, നന്ദൂട്ടൻ്റെ ഡോക്ടർ ആൻറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ, ശരിക്കും ആണോ അമ്മേ? ശരിക്കും എന്നും പറഞ്ഞ് പിങ്കി അടുത്ത് നിൽക്കുന്നു. ആ സമയം നന്ദുക്കുട്ടാ എന്നും വിളിച്ചുകൊണ്ട് നമ്മുടെ നന്ദ അകത്തേക്ക് കയറി വന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗൗതവും അങ്ങോട്ടേക്ക് വന്നു. ഗൗതവും അങ്ങ് വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. നന്ദു എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ ഡോക്ടർ ആൻറ്റിയോട് ഞാൻ പിണക്കമാണെന്ന് പറഞ്ഞു. ഇവിടെ വരെ വന്നിട്ട് എന്നെ കാണാതെ തിരിച്ചു പോയില്ലേ എന്ന് നന്ദൂട്ടൻ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് നന്ദ ഇങ്ങനെ ഗൗതത്തിനെ നോക്കുവാണേ. അപ്പം സാരയില്ല, ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ ആൻറ്റി, പപ്പ വഴക്കിട്ടിട്ടല്ലേ ആൻറ്റി തിരിച്ചു പോയതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കൊച്ചിങ്ങനെ ചോദിക്കുന്നു. ഗൗതമാണ് ഇങ്ങനെ വിഴുങ്ങസിയാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ടേ. ആ സമയത്ത് നന്ദൂട്ടാ നോക്ക്, ഇനി കാര്യം പറയണ്ട കേട്ടോ. വഴക്കിട്ട പപ്പ തന്നെ ഡോക്ടർ ആൻറ്റിയെ തിരിച്ചു കൊണ്ടുവന്ന് തന്നില്ലേന്ന് ചോദിച്ചു. അപ്പം ലവ് യു പപ്പ, അപ്പം ലവ് യു മോനെ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ കേട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ നോക്കി നിൽക്കുക. നന്ദുവിൻ്റെ പപ്പ നല്ല പപ്പയാ അല്ലേ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗൗരിക്കുട്ടി ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് നന്ദ ഇങ്ങനെ എന്ന് പറഞ്ഞ തലയാട്ടി നന്ദ, നിന്റെ പപ്പയും ഈ പപ്പ തന്നെയാ മോളെ എന്ന് മനസ്സിൽ നന്ദ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണേ. എങ്കിൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കോ നന്ദ, ഞങ്ങൾ ശല്യമാവാതെ പുറത്തേക്ക് നിന്നോളാവെന്ന് പറഞ്ഞു. അയ്യോ, ഒരാൾ ഇവിടെ നിൽക്കണം കേട്ടോ, മോനെ എടുക്കാനും തിരിക്കാനും ഒക്കെ ഒരാൾ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതം നിൽക്കും എന്ന് പറഞ്ഞു പിങ്കി. അപ്പോഴേക്കും ശരി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ശരിയാ, ഓക്കെ നന്ദ, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുക. പിങ്കി ഒരു കുഴപ്പങ്ങളും ഇല്ല, കൂളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അമ്മ വരാവേ എന്നും പറഞ്ഞു പിങ്കി അങ്ങ് ഇറങ്ങിപ്പോയി. പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ അച്ഛനും അമ്മയും 2 മക്കളും കൂടി അങ്ങനെ ആ റൂമിൽ നിൽക്കുക. ആ സമയത്ത് അമ്മ ഇത്തിരി വൈകിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു ഗൗരി. അതെന്താ? അപ്പം ഞാൻ ഇത്രയും നേരം നന്ദുവിൻ്റെ കൂടെ കളിക്കട്ടെ. അപ്പം ആൻറ്റി അതുപോലെ ആൻറ്റി എന്ന് കൊച്ചും ചോദിച്ചു. ആ സമയത്ത് നമ്മുടെ നന്ദ ഗൗതത്തിനെ ഇങ്ങനെ നോക്കുക. എന്താ പറയുന്നതെന്ന് നന്ദയ്ക്കും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ കൂടപ്പറപ്പുകൾ തമ്മിൽ കളിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. ഈ സമയത്ത് പിങ്കി ഇങ്ങനെ പുറത്ത് ക്ഷീണവും തളർച്ചയൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഉറങ്ങിപ്പോയി. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഗൗതം ഇറങ്ങിച്ചെല്ലുന്നത്. ഗൗതം ഇറങ്ങിച്ചെന്നപ്പോൾ പിങ്കി അവിടെ ഇങ്ങനെ തളർന്നിരുന്ന് പതുക്കെ മയങ്ങുവാണ്. ചെന്ന് അടുത്തിരുന്നു, പിങ്കിക്ക് അരികിലിരുന്നു നമ്മുടെ ഗൗതം. അപ്പം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഇടയ്ക്കിരുന്ന് ഉറങ്ങിപ്പോയി എന്ന് പിങ്കി പറയാം. ഇന്നലെ ഞാൻ തീരെ ഉറങ്ങിയില്ല, ചിലപ്പോൾ അതിൻ്റെ ആകുമെന്നും പിങ്കി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പം ഗൗതം ഇങ്ങനെ നോക്കുന്നു. എന്താ ഗൗതം ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. വെറുതെ നോക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ അതൊന്നുമല്ല, എന്തോ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുക കേട്ടോ ഗൗതമത്തിനോട് പിങ്കി. ഗൗതം ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ ഇരിക്കുവാണ്. അതിനുശേഷം പിങ്കിയുടെ കൈ രണ്ടും അങ്ങ് ചേർത്തങ്ങ് പിടിച്ചു. താങ്ക് യു പിങ്കി എന്നും പറഞ്ഞു. താങ്ക് യു പറഞ്ഞപ്പം അല്ല എന്തിനാ ഇപ്പോൾ ഒരു താങ്ക്സ് എന്ന് ചോദിച്ചു. ഇത്രയും ദിവസം മനസ്സിൻ്റെ കോണിൽ എവിടെയോ എനിക്കൊരു അഹന്തയുണ്ടായിരുന്നു നന്ദുമോനെ, ഞാനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന്. പക്ഷേ ഇപ്പോൾ അതല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് എനിക്കത് മനസ്സിലായി. താൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാനെന്നുള്ള കാര്യമൊന്നും ഇങ്ങനെ ഗൗതം പറയുമ്പോൾ, ഗൗതം എന്തീ പറയുന്നത് ചോദിച്ചു. ഞാൻ സത്യം ഞാൻ പറയണേന്ന് നന്ദയോട് പറയുക നമ്മുടെ ഗൗതം. നന്ദയെ താൻ എല്ലാ കാലത്തും ഒരു പ്രതിയോഗിയായി കണ്ടിരുന്നത് എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു എന്നും കുറ്റപ്പെടുത്താനൊന്നും അല്ല ഞാനിപ്പോൾ തന്നോടത് പറഞ്ഞതെന്നൊക്കെ ഗൗതം ഇങ്ങനെയിരുന്ന് വലിയ ഡയലോഗുകൾ ഇറക്കുക. ഞാൻ പോലും എന്ത് വില കൊടുത്തും അവളുടെ സാന്നിധ്യം വേണമെന്നുള്ളത് ആഗ്രഹിച്ചിരുന്നതാണെന്ന കാര്യം ഗൗതം പറഞ്ഞു. പക്ഷെ നീ അവളുടെ കാല് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നത്, നിന്റെ എല്ലാ ഈഗോയും മാറ്റിവെച്ച് എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് ഗൗതം പിങ്കിയോട് ചോദിക്കണം. ഈ ഭൂമിയിൽ താൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് നന്ദുവനായതുകൊണ്ടല്ലേ എന്നും ഗൗതം ഇങ്ങനെ ചോദിക്കുക കേട്ടോ.
എനിക്കും നിനക്കും ഇടയിലേക്ക് ഒരിക്കലും കടന്നു വരരുത് എന്ന് താൻ ആഗ്രഹിച്ച നന്ദയെ താൻ തന്നെ പോയി വിളിച്ചുകൊണ്ട് വന്നില്ലേ എന്ന് ഗൗതം ഇങ്ങനെ പിങ്കിയോട് ചോദിക്കുക. അതൊക്കെ കേട്ടപ്പം ആദ്യമായിട്ടാണ് ഗൗതത്തിൻ്റെ നാവിൽ നിന്ന് എന്നെപ്പറ്റി നല്ലൊരു വാക്ക് താങ്ക്സ് എന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പം നന്ദി പറയേണ്ടത് ഞാനല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ മകന് വേണ്ടിയിട്ട് നീ നിൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച് ഒരു നല്ല അമ്മയായി മാറിയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ദേ ഗൗതം ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ കരച്ചിലും വർത്തമാനവും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുക. ഇപ്പോൾ വേറൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ നന്ദുമോനെ ഒന്ന് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി എനിക്കെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പിങ്കി ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും ഗൗതം ഇങ്ങനെ പിങ്കിയുടെ പുറത്തൊക്കെ കൈ പിടിച്ചിങ്ങനെ ചേർത്ത് പിടിക്കുക. ഇപ്പോൾ മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല ഗൗതം. അപ്പോൾ അതൊന്നുമല്ല സ്ത്രീക്ക് മാത്രമേ അമ്മയാകാൻ പറ്റൂ എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പിങ്കിയെ വാനോളം പുകഴ്ത്തുന്നു. അപ്പോഴേക്കും പിങ്കി ഗൗതത്തിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗൗതം നന്ദ ഇറങ്ങി വരുന്നത്. നന്ദ ഇറങ്ങി വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുമല്ലേ. അവിടെ നിർമ്മലും നന്ദയും കെട്ടിപ്പിടിക്കുന്നത് ഗൗതം കാണുന്നു, ഇവിടെ ഗൗതവും പിങ്കിയും കെട്ടിപ്പിടിക്കുന്നത് നന്ദ കാണുന്നു. നന്ദ എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ നന്ദ അകത്തേക്ക് കയറി പോയിട്ടോ. അപ്പം നന്ദി അകത്തേക്ക് കയറിപ്പോയി. ഇവർ അങ്ങനെ തന്നെ അവിടെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അരുന്ധതിയാണ്. ഒരു കാരണവശാലും ഞാനത് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക ഈ അരുന്ധതി. നന്ദയെ ഇങ്ങനെ ഒരു കാരണവശാലും ഇത് ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദേച്ചി എന്നെ കുഞ്ഞിനെ നോക്കാൻ വരട്ടെ എന്നാണ് ഡോക്ടർമാരും പറഞ്ഞെന്ന് പവിത്ര പറയുമ്പം അതെന്താ അവൾക്ക് വല്ല പ്രത്യേക ഡിഗ്രിയും മെഡിക്കൽ ബോർഡ് കൊടുത്തിട്ടുണ്ടോ എന്ന് അരുന്ധതി അന്നേരം ഒരു ചോദ്യം. ഓ എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര ഇങ്ങനെ ഇരിക്കുന്നു. മോഹിനിക്ക് ഇതങ്ങ് ബേഷാ പിടിച്ചു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവർ തമ്മിൽ നന്ദയുടെ കുറ്റവും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഒരു കാരണവശാലും നന്ദൂട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞ് മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കാൻ പണത്തിന് ഒരു കുറവും ഇല്ല ഈ ഇന്ത്യ വരത്തിൽ. ഏത് നാട്ടിൽ കൊണ്ടുപോയി വേണമെങ്കിലും ചികിത്സിച്ചോട്ടെ, പക്ഷെ നന്ദയുടെ ട്രീറ്റ്മെൻറ്റ് കുഞ്ഞിന് വേണ്ടാന്ന് പറഞ്ഞു. അല്ല ഇപ്പം ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം ഇരിക്കുന്നത്? ആ കാലിനൊരു ഇച്ചിരി പോരായ്മ ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് കുറച്ച് നാൾ മുടന്തിയോ വലിഞ്ഞോ നടന്നു കഴിയുമ്പോൾ അതങ്ങ് ശീലമായിക്കോളൂ എന്ന് മോഹിനി ഇങ്ങനെ അരുന്ധതിയോട് പറയും കേട്ടോ. അതിനി ലോകത്തില്ലാത്ത ചികിത്സയൊക്കെ കൊടുത്ത് പണം കളയേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം വലിയൊരു ഓട്ടക്കാരനാവണമെന്ന് നന്ദുവിന് ആഗ്രഹമെന്ന് പറഞ്ഞെന്ന് പറയുമ്പം അയ്യടാ ഓട്ടക്കാരൻ വന്നിരിക്കുന്നു, നല്ല കാര്യമായിപ്പോയി. ആദ്യം നേരെ ചെയ്യുന്നു നടക്കാൻ പഠിക്കട്ടെ, എന്നിട്ടാവാം ഓട്ടം. അതിപ്പോൾ നന്ദു എന്താഗ്രഹിച്ചാലും ചുറ്റും നിന്ന് നടത്തി കൊടുക്കാൻ 100 പേരല്ലേ ഉള്ളതെന്നൊക്കെ പവിത്ര പറയുമ്പം കാലിന് ഊന്നലില്ലാതെ നടക്കണമെന്ന് ആഗ്രഹിച്ചതാണോ ഇത്രയും വലിയ അത്യാഗ്രഹം എന്ന് കനകമ്മ ചോദിക്കുമ്പം ജീവിക്കാൻ ഗതിയില്ലാത്തവൻ ആഹാരവും പാർപ്പിടവും വസ്ത്രവും കിട്ടുന്നതിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയണം. മോഹിനി അത് പറഞ്ഞപ്പോൾ അരുന്ധതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അരുന്ധതി അവളോട് നിർത്താൻ പറഞ്ഞു. ദേ നന്ദയെ ഞാൻ ഇവിടുന്ന് ഓടിക്കും എന്നേക്കുമായിട്ടും. ആദ്യം ചീട്ട് കീറേണ്ടത് ഈ ഒരുമ്പട്ടവളുടെ ഈ മോഹിനിയുടേതാണെന്ന് കനകമ്മ അങ്ങ് ചിന്തിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ കനകമ്മ വിളിച്ചുകൊണ്ട് പോവുകയാണ് മോഹിനിയെ. പവിത്രയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നതോടെ ഈ വീട്ടിലുള്ളവർ ദത്തുപുത്രനെ മറന്ന് ഒറിജിനലിനെ സ്നേഹിച്ചു തുടങ്ങും. നിങ്ങൾ നോക്കിക്കുക, അതിനുള്ള പരിപാടികൾ നല്ല രീതിയിൽ നോക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് കനകമ്മ മോഹിനിയെ എടുത്തിട്ട് പൊതിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പവിത്ര പെട്ടെന്ന് തന്നെ അമ്മയാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് വർത്താനീ പറയുന്നത്? ഇതൊക്കെ അതിന് മനുഷ്യരുടെ കയ്യിലുമല്ലാണ് ഇരിക്കുന്നത്. ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് നമുക്കങ്ങനെ തീരുമാനിക്കാനൊക്കെ പറ്റുമോ? ഈശ്വരനല്ലേ അതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്നത് ആൺകുഞ്ഞാണ് എന്ന് ഉറപ്പ് വരുത്തണോ നീ കനകമ്മ പറയുമ്പോഴാണ് മോഹിനി ഇതൊക്കെ പറയുന്നത്. അപ്പം നമുക്കത് ഉറപ്പ് വരുത്താൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കനകമ്മ പറയുക, ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ പറ്റുമെന്നാണ് കനകമ്മ നീ പറയുന്നേ? ഈശ്വര സഹായത്തോടെ നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും എന്ന് പറയുമ്പം അതെങ്ങനെയാണെന്ന് താനും തെളിച്ചു പറയാൻ പറഞ്ഞു. ഇവിടെ അടുത്തുള്ള സന്താന ഗോപാലസ്വാമി ക്ഷേത്രത്തിലെ ഒരു വഴിപാട് നടത്തണമെന്ന് ചേച്ചി പറഞ്ഞു കൊടുക്കുക. അത് നടത്തിയാലുണ്ടല്ലോ കാര്യം അച്ചട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആണോ? എന്ത് വഴിപാടാണെങ്കിലും പവിത്രയെ കൊണ്ട് ഇന്ന് തന്നെ ഞാനത് ചെയ്യിക്കാം. വെറും 3 ചുറ്റ് ശയനപ്രദക്ഷിണം അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നടത്തിയിരിക്കും. പക്ഷേ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അമ്മയല്ല പിതൃമാതാവ് അത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ പോയി മോഹിനിക്കൊച്ചമ്മ തന്നെ അത് ചെയ്യണം. കാരണമേ നിങ്ങളുടെ മകൻ്റെ കുഞ്ഞല്ലേ ആണായി ജനിക്കേണ്ടത് എന്നിങ്ങനെ കനകമ്മ ചോദിക്കുക. ഇതൊക്കെ പവിത്ര അപ്പുറം നിന്ന് കേൾക്കുക. അങ്ങനെ 3 മാസം ചെയ്യണം, ഓരോ ദിവസം വീതം എന്ന് പറയുമ്പോൾ അയ്യോ അതിപ്പോൾ ഞാൻ ശയനപ്രദക്ഷിണമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? കാര്യം നടക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. എന്താ ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ ഞാനും കൂടെ വരാം.
ശരി ചെയ്യാം, ഞാൻ വരാം, എന്തായാലും കാര്യം നടക്കണമല്ലോ എന്നും പറഞ്ഞ് കനകമ്മയോട് പറയുമ്പോൾ മോഹിനിക്കൊച്ചമ്മയെ പോലെ ഒരാളെ അമ്മായിയമ്മയായിട്ട് കിട്ടിയ പവിത്ര കുഞ്ഞിൻ്റെ മഹാഭാഗ്യമാണെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. എൻ്റെ കാര്യവും പറഞ്ഞ് തള്ള അമ്മയെ വെറുതെ എരികേറ്റി ഓരോന്ന് ചെയ്യിക്കുകയാണല്ലോ, കഷ്ടം എന്നും പറഞ്ഞ് പവിത്ര ഇങ്ങനെ അവിടെ നിൽക്കുക. മോഹിനിയുടെ കാര്യം കട്ടപ്പുകയായി. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയ്ക്കൊരു വീട്, നിർമ്മലും ഉണ്ട് കൂടെ. അവർ വാടകയ്ക്ക് ഒരു വീട്ടിലേക്ക് താമസം വന്നതാട്ടോ. വീടൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം അന്യതാബോധം വേണ്ട, വാടക ചീട്ട് എഴുതി കഴിഞ്ഞതോടെ ഇതിപ്പോൾ നിങ്ങളുടെ വീടായിരുന്നു ആ ചേട്ടൻ ഇങ്ങനെ നന്ദയോട് പറയുവാണേ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹം നന്ദയ്ക്ക് വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നു. വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള ഒരു വീട്, നല്ല ഒതുക്കമൊക്കെ ഉള്ളൊരു വീട്, നല്ലൊരു വീട്. ആ സമയം എങ്ങനെയുണ്ട് വീട്, ഇഷ്ടപ്പെട്ടോ എന്നാ ചേച്ചി ചോദിച്ചു. വിത്ത് ഫർണിഷ്ഡ് ആട്ടോ. അമ്മയോടും മോളോടുമാണ് ചോദിച്ചത് കേട്ടോ. പിന്നെ നിർമ്മൽ വന്ന് കണ്ടതാണല്ലോ, അപ്പം നല്ല വീടാ ഏട്ടാ, അപ്പം കൊള്ളത്തില്ലെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു. മക്കൾ കാനഡയിലേക്ക് അമേരിക്കയ്ക്കൊക്കെ പോയതോടെ ഈ വീട് കൊള്ളത്തില്ലെന്നായി, അവരുടെ സ്റ്റാറ്റസിന് പറ്റത്തില്ലെന്നാ അവർ പറയുന്നതെന്ന് ആ ചേട്ടൻ പറയണം. കൊട്ടാരം പോലൊരു വീടും വെച്ച് അപ്പനെയും അമ്മയെയും ഒരു ജോലിക്കാരിയെയും ഒരു ജർമ്മൻ ഷെപ്പേഡിനെയും കൂട്ടിന് തന്നിട്ടേ മക്കൾ തിരിച്ചു പോവുകയും ചെയ്തെന്നുള്ള കാര്യങ്ങൾ ആ ചേട്ടൻ ഇങ്ങനെ പറയുവാണ്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാലേ, വാടക വാങ്ങി പച്ചരി കഴിക്കേണ്ട ഗതികേടൊന്നും ഇല്ല എനിക്ക് എന്ന്. മനസ്സിലായോ എന്ന് ചോദിച്ചു. വീട് കാര്യമായിട്ട് നോക്കണം, അതാണ് ഫാമിലിക്കേ കൊടുക്കൂ എന്ന് ഞാൻ വാശി പിടിച്ചതെന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കുക. അപ്പോൾ ഞാൻ വീടൊക്കെ ഒന്ന് കാണട്ടെ അമ്മേ, അപ്പോൾ അതിനെന്താ മോള് പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഗൗരിക്കുട്ടി വീടൊക്കെ കാണാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകണം. ഈ സമയം അമ്മയെ അനുസരിക്കുന്ന കുട്ടിയാണല്ലേ എന്നാ ചേട്ടൻ ചോദിച്ചു. അതെ, ചില്ലറ ചാട്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ കാണാതിരിക്കോ, പിള്ളേരല്ലേ. പിന്നെ രൂപം അച്ഛനെ പറിച്ചു വെച്ചതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞ് നിർമ്മലിനെ ചേട്ടൻ ചൂണ്ടി കാണിക്കുക. നിർമ്മലും നന്ദ ഇങ്ങനെ നോക്കുമ്പോൾ അതെല്ലാവരും പറയാറുണ്ടെന്ന് പറഞ്ഞിട്ട് നിർമ്മൽ, അവൾക്ക് അവളുടെ അച്ഛൻ്റെ ഷേപ്പാണെന്ന്. അത് തന്നെ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഭാര്യയും ഭർത്താവും കൂടി വീടെല്ലാം ഒന്ന് ചുറ്റി കണ്ടി പഠിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചേട്ടൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ നിർമ്മൽ ശരിയെന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുക. ആ സമയം എന്താ നിർമ്മൽ ഇത്, അപ്പം ക്ഷമിക്കുന്നെന്താ, വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ, ഫാമിലിക്കാണെന്ന് പറഞ്ഞാലേ വീട് കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. സോറി, അപ്പം സാരമില്ല, നിർമ്മലിൻ്റെ അല്ലല്ലോ, ആവശ്യം എൻ്റേതായി പോയില്ലേ എന്ന് നന്ദ ഇങ്ങനെ നേരം നിർമ്മലിനോട് പറയുവാണ്. ഇനിയിപ്പം ഇവിടെ ഈ കഥ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമല്ലോ. കുറച്ച് നാളത്തേക്കല്ലേ, സാരമില്ല നന്ദ പറഞ്ഞപ്പം ഞാൻ കുറച്ച് ദിവസം ഇവിടെ തന്നെ കാണും, ടൗണിലൊരു മുറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിർമ്മലിന് ഒറ്റപ്പാലത്തേക്ക് പോവണ്ടേന്ന് ചോദിച്ചപ്പം ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, ശാന്തിപുരത്താണെങ്കിൽ നളിനി ചേച്ചി ഉണ്ടെന്നും കരുതാവല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരാവശ്യത്തിനെ ആരെങ്കിലും വിളിക്കേണ്ടി വന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. നിർമ്മലിന് ബുദ്ധിമുട്ടായി ശരിക്കും അല്ലേ എന്ന് നന്ദ ചോദിക്കുമ്പം ആ കുട്ടിയുടെ കാലിൻ്റെ കാര്യത്തിനല്ലേ, സാരമില്ല എന്ന് നിർമ്മൽ അന്നേരം പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം, വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മൽ പോകുമ്പം, അല്ല നിർമ്മൽ ചായ വേണമെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറയുമ്പം ആദ്യം ഈ വീടൊന്ന് ശരിക്കും കാണും, എന്നിട്ട് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നിർമ്മൽ അങ്ങ് പോയി. നന്ദ ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുക. അങ്ങനെ തൊട്ടടുത്ത നിമിഷം പിങ്കിതേ ആ വീട്ടിലേക്ക് വരുന്നു, ഗൗതവും കൂടി ചേർന്ന്. അങ്ങനെ നമ്മുടെ നന്ദൂട്ടനെയും കൊണ്ട് അവർ വന്നു. അപ്പോഴേക്കും ഗൗരിക്കുട്ടി ഓടി ഇറങ്ങി വന്നു കേട്ടോ. നന്ദയും അതുപോലെ തന്നെ ഇറങ്ങി വന്നു. അപ്പോൾ ഇവരെ 3 പേരെയും കാണുക. അപ്പം നന്ദു എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി ഓടി ഇറങ്ങി ചെല്ലണം, നന്ദു നന്ദു എന്നും വിളിച്ച്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം. ഞാൻ നോക്കിയിരിക്കായിരുന്നു നിങ്ങളെ, എന്താ നിങ്ങൾ താമസിച്ചത്? അപ്പോൾ താമസിച്ചില്ലല്ലോ എന്ന് നന്ദു. നീ എന്താ ഇങ്ങനെ പപ്പയുടെ ഒക്കത്ത് കയറിയിരിക്കുന്നത്, നിൽക്കാൻ വയ്യേ എന്ന് ഗൗരി ചോദിച്ചു. അപ്പോൾ നീ അറിഞ്ഞില്ലേ, ഞാൻ വീണു. ആണോ, ഇപ്പം എനിക്ക് നിൽക്കാനേ പറ്റത്തില്ല, നടക്കാനും പറ്റില്ല എന്ന് കൊച്ചിങ്ങനെ പറഞ്ഞപ്പം വെറുതെ ആടാ, നിനക്ക് നിൽക്കാനും പറ്റും നടക്കാനും പറ്റുമെന്ന് പറയുമ്പോൾ ഇല്ലെന്നേ എന്ന് നന്ദൂട്ടൻ. ഇല്ലെന്നേ, അതല്ലേ ഞാൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നത്, അപ്പോൾ വിഷമിക്കേണ്ട കേട്ടോ, അമ്മ നിന്നെ സുഖമാക്കുമെന്ന് പറഞ്ഞു ഗൗരി ഇങ്ങനെ പറയുമ്പോൾ ഇതാണ് നന്ദുവിൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പം അതേല്ലോ, സുന്ദരിയാണല്ലോ എന്ന് പിങ്കിയോട്. അപ്പോൾ ഗൗരിക്കുട്ടിയും സുന്ദരിയോ കേട്ടോ. അപ്പോൾ എൻ്റെ പേരെങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, മോള് മറന്നുപോയോ? ഓ, ഞാനത് മറന്നുപോയെന്നും പറഞ്ഞുകൊണ്ട് ഗൗരി ഇങ്ങനെ പറയണം. അപ്പോൾ ഞാൻ മോനെ അങ്ങോട്ട് ഇരുത്താവെന്നും പറഞ്ഞു ഗൗതം കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ് നന്ദു എന്നും പറഞ്ഞ് നന്ദ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ആൻറ്റി ഹോസ്പിറ്റലിൽ വരുമെന്ന് ഞാൻ കരുതിയത് എന്നിങ്ങനെ നന്ദൂട്ടൻ പറഞ്ഞപ്പം ഹോസ്പിറ്റലിൽ ഒന്ന് ട്രീറ്റ് ചെയ്യുന്നതേ പേഷ്യൻറ്റിനെ അല്ലേ, നന്ദുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഉണ്ടെന്നേ. അപ്പം നന്ദു ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചങ്ങോട്ടേക്ക് ഓടി ഗൗരി. അപ്പോൾ ഗൗരി ഓടി അകത്തേക്ക് കയറി പോകുമ്പോൾ നിങ്ങൾ നിൽക്കണമെന്നില്ല,
പിന്നെ ഞാനും ഗൗതവും മാറി മാറി സൗകര്യം പോലെ വൈകിട്ട് വന്ന് പിക്ക് ചെയ്തോളാമെന്ന് പിങ്കി പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ മകൻ ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ ഗൗതവും അതുപോലെ പിങ്കിയും കൂടെ പോകാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓണറുമായ ചേട്ടന് വേറെ ആളും കൂടെ വന്നു. ആ വീട്ടുകാരെ എന്നും പറഞ്ഞു വിളിച്ചു. എന്തായാലും ഇപ്പം യഥാർത്ഥ ഭർത്താവിനെ കണ്ടു ചേട്ടൻ. അപ്പം ഇവരിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഹൗസ് ഓണർ ആണെന്ന കാര്യം നന്ദ പറഞ്ഞപ്പം വന്ന ദിവസം തന്നെ വിരുന്നുകാരൊക്കെ വന്നല്ലോ. അയ്യോ ഇവർ ട്രീറ്റ്മെൻറ്റിന് വന്നതാണെന്ന് പറഞ്ഞു. ആ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞായിരുന്നു എന്ന് ചേട്ടൻ. അപ്പം പിങ്കിയും ഗൗതം നോക്കുക. കൊച്ചിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് വീടെടുത്തതെന്ന് പറഞ്ഞിരുന്നു. ഇതാണോ ആ കുട്ടി? അപ്പം ആ അതേന്ന് പറഞ്ഞു. അതെ. അല്ല ഹസ്ബൻഡ് എവിടെ? പുറത്തേക്ക് മറ്റോ പോയോ എന്ന് ചോദിക്കുമ്പം നന്ദ ഇങ്ങനെ ഗൗതത്തിനെ നോക്കുക. നിർമ്മലിൻ്റെ കാര്യം കേട്ടോ ഞാൻ ചോദിച്ചത്, ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല പുറത്തേക്ക് പോയതാണെന്ന് നന്ദ പറഞ്ഞു. ഭർത്താവ് ലോറി ഡ്രൈവർ ആണെന്ന് പറഞ്ഞു. ലോറി ഡ്രൈവർ ഡോക്ടർ കല്യാണം കഴിക്കണമെങ്കിലേ അത് ലവ് മാരേജ് ആയിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ പറയണു. ഇതെല്ലാം ഗൗതത്തിൻ്റെ മുന്നിൽ വെച്ചാ. അപ്പോൾ അല്ല ചേട്ടനിപ്പോൾ എന്തിനാ വീണ്ടും വന്നത് എന്ന് നന്ദ ചോദിക്കുമ്പം അതെ പറമ്പിൽ ഒരിത്തിരി പണിയുണ്ടായിരുന്നേ, ഇതിൻ്റെ കൂടെ അതും കൂടെ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചത് കൊണ്ടാ. എങ്കിൽ ജോലി നടക്കട്ടെ ചേട്ടാ. അപ്പം ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടനെ നന്ദ പറഞ്ഞു വിട്ടു. ഗൗതം ഇതൊക്കെ കേട്ടിങ്ങനെ കൊലിപ്പിച്ചിങ്ങനെ നിൽക്കുക. സഹിക്കുന്നില്ല ഗൗതത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. നന്ദയ്ക്കൊന്നും പാടില്ല. അപ്പോഴേക്കും ഓടി വന്നു കേട്ടോ നമ്മുടെ ഗൗരി. അപ്പം നന്ദു ഇത് നോക്കിക്കേ, ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ എന്താ ഒരു ഫുട്ബോൾ കളിക്കുന്ന കൊച്ചിൻ്റെ മുഖത്ത് നമ്മുടെ നന്ദുവിൻ്റെ ഇതൊക്കെ വെച്ച് കൊച്ചു പടം വരച്ച് വെച്ചിരിക്കാം. അപ്പോൾ ഇത് നീയാ? അപ്പോൾ ആണോ? ഒരു ദിവസം നീ ഇതുപോലെ പന്ത് തട്ടുമെന്ന് ഗൗരി ഇങ്ങനെ പറയുന്നു. അപ്പോഴേക്കും നമുക്ക് പോകാം എന്ന് ഗൗതം പിങ്കിയോട് പറയുമ്പോൾ അങ്കിൾ അകത്ത് കയറുന്നില്ലേന്ന് ചോദിച്ചു ഗൗരി. അവർക്ക് തിരക്കുണ്ട് മോളെ, അവർ പൊക്കോട്ടെ. അപ്പം നന്ദു പപ്പയോടും അമ്മയോടും ബൈ പറയാൻ പറഞ്ഞു. അപ്പോൾ ബായ് പപ്പ എന്നും പറഞ്ഞു കൊച്ച്. ബായ് അമ്മേ. അപ്പോൾ ബായും പറഞ്ഞ് ഇവർ രണ്ടുപേരും പോവാട്ടോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.